Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് iQOO 9 സീരീസിലെ മറ്റൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ iQOO 9 സീരീസിൽ 3 ഡിവൈസാണ് അനൗൺസ് ചെയ്തത്. iQOO 9 Pro ഏറ്റവും ടോപ്പ് എൻഡ് ഹാർഡ്വെയർ ആയിട്ട് 65,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ അൺബോക്സിംഗ് ഓൾറെഡി ചാനലിൽ ചെയ്തായിരുന്നു. പിന്നെ സെക്കൻഡ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ iQOO 9 ആണ്. നമ്മൾ അതിന് അൺബോക്സിംഗ് ചെയ്തിട്ടില്ല, ഉടൻ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഡിവൈസാണ് iQOO 9 SE. ഇതാണ് ഏറ്റവും ലോവർ പ്രൈസ് വേരിയൻറ്റ് iQOO 9 സീരീസിൽ. ഇത് വില സ്റ്റാർട്ട് ചെയ്യുന്നത് 33,990 അതായത് 34,000 റുപ്പീസാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്, 8GB റാമും 12GB റാമും. 37,999 ആണ് ഇതിൻ്റെ മറ്റേ വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് iQOO 9 SE. നമുക്ക് വളരെ ക്വിക്കായിട്ട് ഇതിൻ്റെ അൺബോക്സിംഗ് തുടങ്ങാം. ബോക്സ് പാക്കേജ് ഇതാണ്, iQOO 9 SE എന്ന് എഴുതിയത് കാണാം സൈഡിൽ. പിന്നെ ബാക്കിൽ കാര്യമായ ഡീറ്റെയിൽസ് ഒന്നുമില്ല. സാർ വാല്യൂ 1.01 ഹെഡും ബോഡി സാർ 1.15 ആണ് വരുന്നത്. സ്പേസ് ഫ്യൂഷൻ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. അതേപോലെ 12GB റാമും 256GB സ്റ്റോറേജുമാണ് വരുന്നത്. 5G ഡിവൈസാണ്, സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും തന്നെ കാര്യമായി ഇതിനകത്ത് എഴുതിയിട്ടില്ല. നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറന്നിട്ട് ഡിവൈസ് ഒന്ന് ആദ്യം കാണാം. അപ്പോൾ iQOO 9 എന്ന് എഴുതിയത് കാണാം. മോൺസ്റ്റർ ഇൻസൈഡ് 9 സീരീസിൽ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് വരുന്ന സിം ഇജക്റ്റ് പിന്ന്, ബാക്കി മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് iQOO 9 ആണ്, 9 SE ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി വരുന്നത് ഒരു കേസാണ്. അപ്പോൾ നമുക്ക് കാണാം സ്റ്റാൻഡേർഡ് TPU കേസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്, USB Type-C ചാർജിങ് കേബിളാണ്. പിന്നെ ഒരു അഡാപ്റ്ററാണ് വരുന്നത്. ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് നോക്കാം. വിവോൻ്റെ ഫ്ലാഷ് ചാർജറാണ്, 66 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. 66 വാട്ട് വിവോ ഫ്ലാഷ് ചാർജിങ് ആണ് വരുന്നത്. നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇതിനകത്ത് മാക്സിമം വരുന്നത് 20 വോൾട്ട് 3.3 ആംപിയർ, അതായത് 66 വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ബോക്സിങ്ങിനകത്ത് വരുന്നത്. പിന്നെ ഒരു കേബിളും കൊണ്ടുണ്ട്, USB Type-C to 3.5mm ഓഡിയോ ജാക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ്. അതിപ്പോൾ സ്റ്റാൻഡേർഡായി പല ഫോൺസിലും ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലും വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ 3.5mm ഓഡിയോ ജാക്ക് വേണമെങ്കിൽ USB Type-C ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഞാൻ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് iQOO 9 SE. അപ്പോൾ നമുക്കിവിടെ കാണാം. ആദ്യം തന്നെ ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് ഒന്ന് പറയാം. അതായത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഹാർഡ്വെയർ വരുന്നത് നോക്കാം. ഇതിനകത്തൊരു AMOLED ഡിസ്പ്ലേ ആണ്, ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 6.62 ഇഞ്ച് സ്ക്രീനാണ്. Android 12 ആണ്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 888 ചിപ്സ് ആണ് വരുന്നത്. 8GB 128GB 12GB 256GB സ്റ്റോറേജുമാണ്. അങ്ങനെ രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ട്, LPDDR5, 48 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ്. 48+13+2 എന്ന് പറഞ്ഞ 3 ക്യാമറയാണ് വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതേപോലെ സെൽഫി ക്യാമറയാണ്, 16 മെഗാപിക്സൽ ഷൂട്ടറാണ്. ഒരു 4500 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. 66 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഹാർഡ്വെയറിനെ കുറിച്ച് പറയുക. ഇനി നമുക്ക് ഡിസൈൻ നോക്കാം. ഇവിടെ അത്യാവശ്യം ഫ്രണ്ടിൽ നല്ല ഒരു ഡിസൈനാണെന്ന് പറയാം. ബെസൽസ് ഒക്കെയാണ് മിനിമലായിട്ട് വെച്ചിട്ടുണ്ട്. താഴത്തെ ബെസൽസും കുഴപ്പമില്ല. അവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ബാക്ക് പാനലിൽ നമുക്ക് കാണാം ഒരു ഗ്ലാസ് ഫിനിഷിംഗ് ആണ്. പിന്നെ iQOOൻ്റെ ബ്രാൻഡിംഗ് ആണ്. OIS രീതിയാണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 48 മെഗാപിക്സൽ പ്രൈമറി സെൻസറാണ്, സോണി സെൻസറാണ്. പിന്നെ ഒരു LED ഫ്ലാഷും കാണാം. അപ്പോൾ ഇതാണ് ഡിസൈൻ. പിന്നെ ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ്. അതേപോലെ താഴത്താണ് സിം സ്ലോട്ട്. ഇതിനകത്ത് SD കാർഡ് സപ്പോർട്ടില്ല, സ്റ്റാൻഡേർഡ് സിം കാർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ USB Type-C പോർട്ടും പിന്നെ സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഡ്യുവൽ സ്പീക്കേഴ്സാണ്. പിന്നെ ഇവിടെ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീലൊക്കെ ഉണ്ട്. നല്ല ഒരു എന്താ പറയുക, പ്രീമിയം ഫീൽ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. നല്ലൊരു ലുക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇനി ഇതിനകത്ത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും. നമുക്ക് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, ഇതിനകത്ത് ഡാർക്ക് തീം, പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. സ്ക്രീൻ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. സ്റ്റാൻഡേർഡ് വേണോ, പ്രൊഫഷണൽ വേണോ, ബ്രൈറ്റ് വേണോ. അതേപോലെ റിഫ്രഷ് റേറ്റ് ഉണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 60 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ നമുക്ക് സ്മാർട്ട് സ്വിച്ചും ഓപ്ഷനുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ഞാൻ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ iQOOൻ്റെ ഫൺ ടച്ച് OIS ആണ് വരുന്നത്. ഇത് ആക്ച്വലി വിവോൻ്റെ തന്നെ UI ആണ്. 2.484 GHz, ക്വാൾകോമിൻ്റെ 888 ചിപ്പാണ്. 12+4GB എക്സ്റ്റെൻഡബിൾ റാം ഉണ്ട്. Android 12 ആണ്. 256GB സ്റ്റോറേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റെഗുലർലി വിവോൻ്റെ ഡിവൈസിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നതാണ്. അപ്പോൾ എന്താ പറയുക, അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, ടൂൾസ് ഉണ്ട്. പിന്നെ കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് നമുക്കിവിടെ കാണാം. എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനീഷ്യൽ ഇംപ്രഷൻസ് നമുക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതായി തോന്നി. അതേപോലെ തന്നെ പെർഫോമൻസ് നല്ലതാണ്, നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്, നല്ല ടച്ച് റെസ്പോൺസാണ്. പിന്നെ ഓവറോൾ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മാക്രോ മോഡ് ഉണ്ട്. അതേപോലെ
പോർട്രേറ്റ്സ്, നൈറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിംഗ് എല്ലാ ഓപ്ഷനും തന്നെ കാണാം. നമുക്ക് അഡീഷണൽ മോഡ്സ് എല്ലാം തന്നെ കാണാൻ സാധിക്കും. ഡബിൾ എക്സ്പോഷർ, ഡുവൽ വ്യൂ എല്ലാം ഉണ്ട്. ഇനി വീഡിയോ റെക്കോർഡിംഗ് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് റെസൊല്യൂഷൻ സപ്പോർട്ട് നോക്കട്ടെ. മോഡ്സ്, സ്ക്രീൻ റെസൊല്യൂഷൻ കൂടെ നോക്കാം. ഇവിടെ 1080p 4K സപ്പോർട്ടഡ് ആണ്. 4K ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 30-60 FPS ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഫോട്ടോ മോഡ്, ബാക്കിയെല്ലാം തന്നെ ഓപ്ഷൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ക്യാമറ നല്ലൊരു സെറ്റപ്പായിട്ട് നമുക്ക് പറയാം. തീർച്ചയായിട്ടും 48 MP ഒപ്റ്റിക്കലി മിഡ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം iQOO 9SC എടുത്ത ക്യാമറ സാമ്പിൾസാണ്. ഡീറ്റെയിൽഡായ ഒന്ന് ക്യാമറ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നല്ലൊരു പെർഫോമിംഗ് ക്യാമറ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒപ്റ്റിക്കലി മിഡ് സ്റ്റെബിലൈസേഷൻ ഉണ്ടാവുകൊണ്ട് തന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് വളരെ മികച്ചതാവാനാണ് ചാൻസ്. എങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്നതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് 16 MP സെൽഫി ക്യാമറയുണ്ട്. പിന്നെ 4K റെക്കോർഡിങ്ങും 60 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഒരു ക്വാൾകോമിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് ചിപ്സെറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഓപ്ഷൻസ് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 66 വാട്ട് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എങ്കിലും ചാർജിങ് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം നല്ലതാണെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ബാക്കി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വാൾകോമിൻ്റെ 888 5G ചിപ്പാണ്. അതേപോലെ 2 വേരിയൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞു. UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു iQOO 9SCൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ക്യാമറ സാമ്പിൾസ് നമ്മൾ കാണിക്കേണ്ടായി. അപ്പോൾ ഓവറോൾ ഈ പ്രൈസിന് എനിക്ക് തോന്നുന്നു നല്ലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം 33,990 ക്വാൾകോമിൻ്റെ 888 ചിപ്പും കിട്ടുന്നുണ്ട്. നല്ലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതേപോലെ നമുക്ക് 12 GB റാമും വളരെ അഫോർഡബിൾ പ്രൈസിങ്ങിലാണ് വരുന്നത്. അതായത് ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിൽ അഫോർഡബിൾ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ വില കുറഞ്ഞ ഡിവൈസാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ കാറ്റഗറിയിൽ കുറേ കൂടെ അഫോർഡബിൾ ഡിവൈസായിട്ട് നമുക്ക് തീർച്ചയായിട്ടും iQOO 9SCനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആമസോണിലാണ് അവൈലബിൾ ആവുന്നത്. നിങ്ങൾക്ക് ആമസോണിൽ മേടിക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു iQOO 9SCൻ്റെ ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.